എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് രാത്രിയോടെ തന്നെ നമുക്ക് എക്സ്പെക്റ്റഡ് ടൈമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ പറയുന്നത് ടുഡേ നൈറ്റ് തന്നെയാണ്. ടുഡേ നൈറ്റാണ് നമുക്ക് ഇന്ന് വിദ്യാർത്ഥികളോട് എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ എടുത്ത് കാണിക്കുന്നത്. എക്സ്പെക്റ്റഡ് ടൈമായിട്ട് ടുഡേ നൈറ്റ് എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് സംശയമാണ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കേണ്ട, മറക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരത്തേക്കും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ്, +1 +2 കാലത്തെ അലോട്ട്മെൻറ്റ് റിസൾട്ട്സുകൾ, ഇമ്പ്രൂവ്മെൻറ്റ്, എക്സാമിനേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ 100 പേര് വീഡിയോ കാണുമ്പോഴാണ് 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പല വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ വൈകിട്ട് 5 മണി വരെയായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് രാത്രിയോടെ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭ്യമാകുക. റിസൾട്ട് ലഭ്യമായി കഴിയുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് കൃത്യമായിട്ട് തന്നെ എത്തിക്കുന്നതിന് വേണ്ടി പ്രീമിയർ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതിപ്പം ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെച്ച് ഞാൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അത് പബ്ലിക്കായിട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് പരിശോധിക്കാം. അതിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് ആ ലിങ്ക് അവിടെ അവൈലബിൾ ആകുക. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും, ആപ്ലിക്കേഷൻ ഐ ഡി മീൻസ് ഒരു 8 അക്ക നമ്പറാണ്. ഒരു 8 അക്ക നമ്പർ നിങ്ങൾക്ക് കാണും. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ആപ്ലിക്കേഷൻ ഐ ഡി എന്നിവിടെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നു 1 2 3 4 5 6 7 8. ഇതിന് ചുമ്മാ കൊടുത്താണ്. പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് അർജുൻ എന്നാണെങ്കിൽ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ arjun@123 അതായിരിക്കും പാസ്വേഡിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ശേഷം ഡിസ്ട്രിക്റ്റ് ജില്ലയിൽ നൽകി അവിടെ കാണുന്ന ലോഗിൻ എന്ന ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ലോഗിൻ എന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. പ്രൊഫൈൽ പേജിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ആകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുകയാണ്. അത്രയും വലിയ അക്ഷരം നമുക്ക് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നത്. യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മറ്റൊരു ലിങ്കും കൂടെ കാണാൻ സാധിക്കും. സെക്കൻഡ് ട്രാൻസ്ഫർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ദൃശ്യമാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ ഓപ്ഷനിലേക്കാണെന്നും ഏത് ഏത് സ്കൂളിലേക്കാണ്, ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്കവിടെ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സ്കൂളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ശേഷം അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും പുതിയ സ്കൂളിലേക്ക് മാറേണ്ടത് നിർബന്ധമാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണും. സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സ്കൂളുകളിൽ തന്നെ തുടരാം. ഇങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.